ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ പുതിയ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓണത്തോടനുബന്ധിച്ച് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിവിധ മേഖലകളിലുള്ള വ്യക്തികൾക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായാണ് സർക്കാരിൻ്റെ സഹായങ്ങൾ എത്തിച്ചേരുന്നത്. ഏറ്റവും ആദ്യം സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാർ, പകർപ്പെഴുത്തുകാർ, സ്റ്റാമ്പ് ബ്ലണ്ടർമാർ, അതോടൊപ്പം തന്നെ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർ, ഇവർക്കെല്ലാം ഓണത്തിന് ഉത്സവബദ്ധയായി 5000 രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓണത്തിന് മുൻപായി തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 5000 രൂപയുടെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും. രണ്ടാമതായി സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്കാണ്. ഇവർക്ക് 2000 രൂപ വീതമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി 250 രൂപ വീതവും സർക്കാരിൽ നിന്നും ധനസഹായമായി അനുവദിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇവർക്ക് 2250 രൂപ വീതം ഓണത്തിന് മുൻപായി തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ്. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി 1050 രൂപ വിലമതിപ്പുള്ള സൗജന്യ കിറ്റ് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലാണ് ഈ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർക്കുള്ള ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമുണ്ട്. 16 പരം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ വാങ്ങുന്നതുമായ ഗുണഭോക്താക്കൾക്ക് ഓണക്കാലത്ത് വിതരണം ചെയ്യുമെന്നറിയിച്ച 2 ഗഡുക്കളുടെ വിതരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസം 15-ാം തീയതിക്ക് മുൻപ് തന്നെ 3200 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ലഭ്യമാകേണ്ട സാമ്പത്തിക സഹായം വിതരണത്തിനായി കാലതാമസം ഉണ്ടായേക്കാം. എന്നിരുന്നാലും മുടക്കമില്ലാതെ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.